നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൂട്ടായിൽ SDPI പ്രവർത്തകരെ വധിക്കാൻ ശ്രമം. പോലീസ് തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് SDPI. പുറത്തൂർ പഞ്ചായത്ത് MT വാസുദേവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സ്നേഹം ഊട്ടിയുറപ്പിച്ച് തേക്കിൽ കുടുംബസംഗമം. മൃത്യുഞ്ജയ മന്ത്രധ്വനികളിൽ ഭക്തിമുഖരിതമായ അന്തരീക്ഷത്തിൽ തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടന്നു. ശോഭപ്പറമ്പ് കലങ്കരി ഉത്സവത്തിന് കൊടിയിറങ്ങി. പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ പുലിയുടെ ചിത്രം പ്രദേശവാസിയുടെ CCTV ക്യാമറയിൽ പതിഞ്ഞു. വിശദമായ വാർത്തകൾ. കോതപ്പറമ്പ് കടൽ തീരത്തിരിക്കുമ്പോൾ SDPI പ്രവർത്തകനായ അസ്കറിനെ മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് വെട്ടിക്കൊല്ലാനുള്ള ശ്രമത്തിനിടയിൽ മാരകമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന്റെ കൂടി ഫലമാണെന്നും വിഷയത്തെ കുടുംബകലഹമാക്കി വഴി തിരിച്ചുവിടാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും SDPI ഭാരവാഹികൾ തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 3 ദിവസങ്ങൾക്ക് മുമ്പും ഇതേ രീതിയിൽ മാരകായുധങ്ങളുമായി പ്രതികൾ വന്ന് അഷ്കറിനെ ആക്രമിച്ചിരുന്നു. ഇതിനെതിരെ തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർക്കും തിരൂർ സബ് ഇൻസ്പെക്ടർക്കും പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് അഷ്കറിനെ ഈ റാഫിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ക്രിമിനൽ സംഘം ആക്രമിച്ചിട്ടുണ്ട്. ആ ആക്രമിച്ച് പരിക്കേറ്റ അഷ്കർ ഇന്നലെ തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച അഡ്മിറ്റ് ആവുകയും അതിന്റെ പേരിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു കേസിൽ പോലും ഒരു പെറ്റി കേസിൽ കൊണ്ടുവന്ന പ്രതിയാതിന്റെ പേരിൽ അദ്ദേഹത്തെ പോലീസ് വെറുതെ വിട്ടത്. അഷ്കറിനെ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളായിട്ടുള്ള റാഫിയുടെയും അദ്ദേഹത്തിന്റെ അനുജന്മാരുടെയും സുഹൃത്തുക്കളുടെയും അക്രമങ്ങൾ അവർക്ക് യാതൊരു നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നുള്ളതാണ്. ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് പോലീസിന്റെ അനാസ്ഥ. പോലീസ് കൃത്യമായിട്ട് തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ അക്രമത്തിന് കാരണമാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മീഡിയകളിലൂടെ തെറ്റായ വാർത്തകളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വഴി തർക്കമെന്ന പേരിൽ വിഷയത്തെ വരുത്തി തീർത്ത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നതെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും DYSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നും അന്വേഷണം അട്ടിമറിക്കാനാണ് പോലീസ് അധികാരികൾ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് പാർട്ടി നേതൃത്വം കൊടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ SDPI മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളായ അബ്ദുള്ളക്കുട്ടി തിരുത്തി, തവനൂർ മണ്ഡലം സെക്രട്ടറി യാസർ മംഗലം, SDPI മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, SDPI മംഗലം പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി ആദിൽ മംഗലം, ആശാൻപടി ബ്രാഞ്ച് മെമ്പർ അമീൻ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. പുറത്തൂർ പഞ്ചായത്ത് MT വാസുദേവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് പുറത്തൂർ ബീച്ച് ഫെസ്റ്റിലെ പരിപാടികൾ മാറ്റം വരുത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് MT വാസുദേവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സാഹിത്യകാരന്മാരായ സുഹറ കൂട്ടായി, വിനോദ് ആലത്തിയൂർ, VV മണികണ്ഠൻ മാസ്റ്റർ, സോമനാഥ്, രജീഷ് PP തുടങ്ങിയവർ MTയെ അനുസ്മരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. KT പ്രശാന്ത് സ്വാഗതവും ഷാജിദ മാപ്പാല നന്ദിയും പറഞ്ഞു. K ഉമ്മർ, ഹസ്പ്ര യഹിയ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, പുറത്തൂർ. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കുടുംബാംഗങ്ങളുള്ള തേക്കിൻ കുടുംബത്തിന്റെ സംഗമം സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച സംഗമവേദിയായി. പുത്തനത്താണി ഐറിസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ 2000-ഓളം ആളുകൾ പങ്കെടുത്തു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിൽക്കുന്ന സംഗമത്തിൽ 2000-ഓളം പേർ സംബന്ധിച്ചു.
മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. തേക്കിൽ കുടുംബത്തിൽ നിന്നും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവരെയും മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. ഫാമിലി തെറാപ്പിസ്റ്റ് സൈഫുന്നിസ കോട്ടക്കൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. കുടുംബം റബ്ബിന്റെ വരദാനം എന്ന വിഷയത്തിൽ സൈനുൽ ആബിദ് ഹുദവി ചേകന്നൂർ ഉദ്ബോധന പ്രസംഗം നിർവഹിച്ചു. ചെയർമാൻ ടി ബീരാൻകുട്ടി, സഹഭാരവാഹികളായ ടി അഹമ്മദ്, ടി സിദ്ദീഖ്, ടി കുഞ്ഞമ്മുട്ടി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. മൃത്യുഞ്ജയ മന്ത്രധ്വനികളിൽ ഭക്തിമുഖരിതമായ അന്തരീക്ഷത്തിൽ തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടന്നു. രാവിലെ 8 മണിയോടെ ആരംഭിച്ച ഹോമം 4 മണിക്കൂറോളം നീണ്ടുനിന്നു. പ്രത്യേകം തയ്യാറാക്കിയ വലിയ ഹോമകുണ്ഡത്തിലാണ് ഹോമം നടന്നത്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നടക്കുന്ന മൃത്യുഞ്ജയ ഹോമത്തിൽ നിന്ന് വ്യത്യസ്തമായി 1008 തവണ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാണ് മഹാമൃത്യുഞ്ജയ ഹോമം നടത്തിയത്. ഇത്രയും തവണ ഹോമ ദ്രവ്യങ്ങളായ ചിറ്റമൃതവള്ളി, പേരാൽമുട്ട്, എള്ള്, കറുക, പാൽ, നെയ്യ്, പാൽപായസം എന്നിവ ഹോമിച്ചു. തന്ത്രി കൽപ്പുഴ കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 10 തന്ത്രിമാർ അടങ്ങിയ സംഘമാണ് മഹാമൃത്യുഞ്ജയ ഹോമത്തിന് നേതൃത്വം നൽകിയത്. കോഴിക്കോട് സാമൂതിരി രാജയുടെ പ്രതിനിധികളായ മായ ഗോവിന്ദ്, സരസിജ, നടൻ ദേവൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ എന്നിവരടക്കം നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ഹോമത്തിനു ശേഷം ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തർക്കും പ്രസാദം വിതരണം ചെയ്തു. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും ദേവസ്വം ഒരുക്കിയിരുന്നു. വെട്ടം ന്യൂസ്, തൃപ്രങ്ങോട്. മതസൗഹാർദ്ദത്തിന് പേരുകെട്ട താനൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കലങ്കരി മഹോത്സവത്തിന് കൊടിയിറങ്ങി. ദിവസങ്ങളായി ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും ഉത്സവത്തിമിർപ്പിലായിരുന്നു. നിരവധി ഭക്തിസാന്ദ്രമായ പരിപാടികളാണ് ക്ഷേത്രാങ്കണത്തിൽ നടന്നു വന്നിരുന്നത്. കലങ്കരിയോടനുബന്ധിച്ച് ഗണപതി ഹോമം, ഗുരുതി അറിയിക്കൽ, ഉച്ചപൂജ എന്നിവ നടന്നു. വൈകുന്നേരം 4:30 കാരാട് ദേശക്കാരുടെ മുനമ്പത്തു നിന്നുള്ള എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. ശേഷം പുഷ്പാലങ്കാരം, ദീപാരാധനയും കർപ്പൂരാരാധനയോടുകൂടിയ സമൂഹാരാധനയും. വൈകുന്നേരം 7 മണിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നും വർണ്ണപ്പകിട്ടാർന്ന കൊടിവറവുകൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. രാത്രി 9-ന് തായമ്പക, പുലർച്ചെ 1 മണി മുതൽ 3 മണി വരെ കലങ്കരിയും, 3-ന് താലപ്പൊലിയും ഗുരുതി ദർപ്പണവും നടന്നു. ബുധനാഴ്ച രാവിലെ 7-ന് ഉത്സവ കൊടിയിറക്കവും ഭക്തിസാന്ദ്രമായി നടന്നു. ഉത്സവത്തിന്റെ സമാപന ദിവസം വെട്ടം ടെലിവിഷൻ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. വെട്ടം ന്യൂസ്, താനൂർ. പടിഞ്ഞാറക്കരയിൽ ആഴ്ചകളോളം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയ പുലിയുടെ ചിത്രം പ്രദേശവാസിയുടെ CCTV ക്യാമറയിൽ പതിഞ്ഞു. ബുധനാഴ്ച രാത്രിയിലെ പുലിയുടെ ചിത്രങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞത്. നായ്ക്കളുടെ അസാധാരണമായ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് വീട്ടുകാർ പുലിയെ കണ്ടതായി പറയുന്നത്. CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ പുലിയാണെന്ന് വ്യക്തമായെന്നും പറയുന്നു. ഉല്ലാസ് നഗർ കാട്ടിലപ്പള്ളി റോഡരികിലെ വീട്ടിലെ CCTV ക്യാമറയിലാണ് ചിത്രം പതിഞ്ഞത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുലിക്കൂട് സ്ഥാപിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും പുലിയെ പിടികൂടാനായിട്ടില്ല. വെട്ടം ന്യൂസ്, പടിഞ്ഞാറേക്കര. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.